നമസ്കാരം, എല്ലാവർക്കും ഫർണിക്കാവ് ഓറിയോൺ സ്റ്റഡി സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിന്റെ ആദ്യ പാഠമായ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ആകെ 13 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ പാഠമാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. പ്ലസ് വണ്ണിൽ സെറ്റ് എന്താണെന്നും റിലേഷൻ ആൻഡ് ഫംഗ്ഷന്റെ ഇൻട്രൊഡക്ഷനും നിങ്ങൾ പഠിച്ചതാണ്. അത് ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതൊന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ ആരംഭിക്കാം. നിങ്ങൾ പ്ലസ് വണ്ണിൽ എന്താണ് റിലേഷൻ, അതേപോലെ എന്താണ് ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചതാണ്. അപ്പം റിലേഷൻ പറയണമെങ്കിൽ ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് അറിയണം. അപ്പം എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു സെറ്റ് എടുക്കുന്നു, സെറ്റ് എ. അതിൽ 3 എലമെന്റ് 1, 2, 3. അതേപോലെ അടുത്തൊരു സെറ്റ് എടുക്കുന്നു, സെറ്റ് ബി. അതിൽ 2 എലമെന്റ് എടുക്കുന്നു, 4, 5. അപ്പം ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ എയും ബിയും 2 സെറ്റാണ്. അപ്പൊ അതിന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. എ ക്രോസ് ബി എന്താണെന്ന് ചോദിച്ചാൽ, എയിലെ എല്ലാ എലമെന്റും ബിയിലെ എലമെന്റ്സുമായിട്ട് ഓർഡേർഡ് പെയർ മേക്ക് ചെയ്യുന്നു. അതായത് എയിലെ 1 എന്ന് പറയുന്ന എലമെന്റ് ബിയിലെ 4മായും 5മായും ഓർഡേർഡ് പെയർ ഉണ്ടാക്കുന്നു. അതേപോലെ 2 എന്ന് പറയുന്ന എലമെന്റ് 4മായും 5മായും ഓർഡേർഡ് പെയർ ഉണ്ടാക്കുന്നു. അതേപോലെ 3 എന്ന് പറയുന്ന എലമെന്റും 4മായും 5മായും എന്തുണ്ടാക്കുന്നു, ഓർഡേർഡ് പെയർ മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1, 4, 1, 5, 2, 4, 2, 5, 3, 4 and 3, 5. ഇതാണ് ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ എന്ന് പറയുന്നത് 3. അതേപോലെ ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എയിലെയും ബിയിലെയും എലമെന്റിന്റെ എന്തെടുത്താൽ മതി? പ്രോഡക്റ്റ് എടുത്താൽ മതി. എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആയിരിക്കും എ ക്രോസ് ബിയിലെ ഓർഡേർഡ് പെയർസിന്റെ എണ്ണം. നോക്കിയോ, എ എത്ര എലമെന്റ്സാ? 3 എലമെന്റ്സ്. ബിയിൽ എത്ര എലമെന്റ്സാ? 2 എലമെന്റ്സ്. 3 × 2 6. അപ്പോൾ എ ക്രോസ് ബിയിൽ 6 ഓർഡേർഡ് പെയർസ് കാണും. 1, 2, 3, 4, 5, 6. അപ്പോൾ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര ഓർഡേർഡ് പെയർസ് വരുമെന്ന് നോക്കാൻ എയിലെയും ബിയിലെയും എലമെന്റ്സിന്റെ എണ്ണത്തിന്റെ എന്തെടുത്താൽ മതി? പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് റിലേഷൻ എന്താണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റിനെ പറയുന്ന പേരാണ് റിലേഷൻ. അപ്പം എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ മേക്ക് ചെയ്താൽ, എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ മേക്ക് ചെയ്താൽ അവിടെ എഴുതുന്ന എ ക്രോസ് ബി എഴുതുമ്പോൾ ആ എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെ, എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാം, റിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ R. ഇനി ഒരു സംശയം അവിടെ ഉണ്ടാക്കരുത്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം റിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ഇത് തന്നെയാണ്, ക്യാപിറ്റൽ R തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇവിടെ ഒരു റിലേഷൻ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ സെറ്റ് തന്നെ എടുക്കാം. എ എന്ന് പറയുന്നത് 1, 2, 3. ബി എന്ന് പറയുന്നത് 4, 5. എ ക്രോസ് ബി നമ്മൾ എഴുതിയല്ലോ. ഓക്കെ, എ ക്രോസ് ബി ഒന്നുകൂടി എഴുതാം. 1, 4, 1, 5, 2, 4, 2, 5, 3, 4 and 3, 5. ഇതിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഒരു റിലേഷൻ ഉണ്ടാക്കിയാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ ordered pair x to y such that
എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അവിടെ എക്സ് എന്ന് പറയുന്നത് എയിൽ എലമെന്റ് ആയിരിക്കണം, അതേപോലെ വൈ എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കണം, ബിയിൽ എലമെന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, എക്സും വൈയും ആണ് ഇവിടുത്തെ റിലേഷൻ. അവിടുത്തെ ബന്ധം എന്താ? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്, അവരുടെ സം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 ഈക്വൽ ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 3നേക്കാൾ ചെറുതാകാം. അങ്ങനെ നോക്കുമ്പോൾ നോക്കി 1 പ്ലസ് 4 എത്ര സമ്മ? 5. 5 3നേക്കാൾ ചെറുതാണോ? അല്ല. 1 ഉം 5 എത്ര സമ്മ? 6. അതും എന്തല്ല, 3നേക്കാൾ ചെറുതല്ല. അടുത്തത് 2 4 ചെറുതാണോ? അല്ല. അടുത്തത് 2 5 സമ്മത്ര 7 3നേക്കാൾ ചെറുതാണോ? അല്ല. അടുത്തേതാ 3 4 സമ്മത്ര 7 7 3നേക്കാൾ ചെറുതാണോ? അല്ലല്ലോ. അടുത്തത് 3 5 എത്ര? 8. അപ്പോൾ ഇവിടെ എന്തില്ല, ഈ ഒരു റിലേഷനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ല, അല്ലെ? അപ്പോൾ നമ്മൾ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എം ജി റിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് എന്ത്? എം ജി റിലേഷൻ. അതായത് ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്ക് റിലേഷൻ എടുത്ത് ചെയ്താൽ അതിനകത്ത് ഒരു എലമെന്റ് പോലും കാണില്ല. അത്തരം റിലേഷനെ പറയുന്ന പേരാണ് എം ജി റിലേഷൻ. നിങ്ങൾ പ്ലസ് വണ്ണിൽ എം ജി സെറ്റ് പഠിച്ചതായിരുന്നു, അല്ലെ? എന്താ എം ജി സെറ്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അത്തരം സെറ്റിനെ വിളിക്കുന്ന പേരാണ് എം ജി സെറ്റ്. അപ്പോൾ എം ജി റിലേഷൻ എന്ന് വെച്ചാലോ എയിൽ നിന്നും ബിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്ക് റിലേഷൻ പറയുമ്പോൾ അതിൽ എന്ത് കാണില്ല? എലമെന്റ്സ് അല്ലെങ്കിൽ ഓർഡേർഡ് പേഴ്സ് ഒന്നും തന്നെ കാണില്ല. അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് എം ജി റിലേഷൻ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് റിലേഷൻ അത് ഒന്നാമത്തെ ടൈപ്പ് ആണ് എം ജി റിലേഷൻ. എന്താണ് എം ജി റിലേഷൻ എന്ന് ചോദിച്ചാൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ മേക്ക് ചെയ്താൽ ആ റിലേഷനകത്ത് ഒരു എലമെന്റ് പോലും അല്ലെങ്കിൽ ഒരു ഓർഡേർഡ് പേർ പോലും കാണില്ല. അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് എം ജി റിലേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്ജക്റ്റ് ആണ് റിലേഷൻ എന്ന് പറഞ്ഞു. അത്തരം റിലേഷനിലെ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റിലേഷനിൽ ഒന്നാമത്തെയാണ് ഇത് എം ജി റിലേഷൻ. ഇനി അടുത്ത ടൈപ്പാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് ഈക്വൽ ആയിട്ട് നമ്മൾ ഒരു റിലേഷൻ മേക്ക് ചെയ്താൽ ആ റിലേഷനെ പറയുന്ന പേരാണ് എന്ത്? യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ ഞാനൊരു റിലേഷൻ ഇടാം. ആ റിലേഷൻ എന്ത് ഈക്വൽ ആയിരിക്കാം? നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്. അപ്പൊ അതെങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയർ എക്സ് വൈ such that x element of A, y element of B. അപ്പൊ തന്നെ ഒരു എക്സ് എലമെന്റ് ഓഫ് എ, ഏത് എലമെന്റ് എടുക്കുക? 1 2 3 എല്ലാം വരണം. അതേപോലെ y എന്ന് പറയുന്ന ആരൊക്കെ വരണം? 4 ഉം 5 ഉം. ആ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആകും? നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എയും ബിയും തമ്മിൽ എഴുതിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് റിലേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൈപ്പാണ്. അതിനു മുമ്പ് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡൊമൈനും റേഞ്ചും. പ്ലസ് വണ്ണിൽ റിലേഷൻ പഠിച്ചപ്പോൾ പഠിച്ച 2 കാര്യങ്ങളാണ് ഡൊമൈനും റേഞ്ചും. എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു റിലേഷനകത്ത് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയായിട്ടായിരിക്കും? ഓർഡേർഡ് പെയർ ആയിട്ടായിരിക്കും. ഒരു റിലേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ ആയിട്ടായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കാം, ഓർഡേർഡ് പെയർ ഇതിനകത്ത് ആദ്യത്തെ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് എലമെന്റ് ആയിരിക്കും. ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് ഏതാ? എ. അപ്പോൾ എയിലെ എലമെന്റ് ആയിരിക്കും എക്സ്. അതേപോലെ വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ ആയിരിക്കും ബി. വൈ എലമെന്റ് ഓഫ് ബി. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു റിലേഷൻ എഴുതുമ്പോൾ അവിടെ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ ആയിട്ടാണ്. ആ ഓർഡേർഡ് പെയറിൽ എഴുതുന്ന ആദ്യത്തെ ഫസ്റ്റ് എലമെന്റിന്റെ എല്ലാം കൂടി സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ഡൊമൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഓർഡേർഡ് പെയറിലെ ഒരു റിലേഷനാണ്. നമ്മൾ പറഞ്ഞ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എല്ലാ ഓർഡേർഡ് പെയറും ചിലപ്പോൾ കാണണമെന്നില്ല. അത് ആ റിലേഷനെ എന്ത് ചെയ്തിരിക്കും? ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഓർഡേർഡ് പെയർ ആക്കി എഴുതുമ്പോൾ ആദ്യത്തെ എലമെന്റിന്റെ എല്ലാം കൂടി സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമൈൻ.
അപ്പം റേഞ്ച് എന്ന് വെച്ചാലോ അത് തന്നെ രണ്ടാമത്തെ എലമെന്റിന്റെ എല്ലാം കൂടി സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഞ്ച്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമ്മൾ ഇന്ന് പഠിച്ചത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, റിലേഷൻ എന്താണെന്ന് പറഞ്ഞു, രണ്ട് ടൈപ്പ് റിലേഷൻ ഏതൊക്കെയാണ്? യൂണിറ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, ഇനി നമ്മൾ റിലേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൈപ്സിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെയാണ് റിഫ്ലെക്സീവ് റിലേഷൻ. ഒന്നാമത്തേതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. രണ്ടാമത്തെയാണ് സിമെട്രിക് റിലേഷൻ. മൂന്നാമത്തെയാണ് ട്രാൻസിറ്റീവ്. അപ്പം റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആദ്യത്തെ റിലേഷൻ ഏതാണ്? റിഫ്ലെക്സീവ് റിലേഷൻ. ഇപ്പോൾ ഞാനൊരു സെറ്റ് എടുക്കുന്നു, സെറ്റ് എ ബി. ഓക്കെ, അവിടെ ഒരു റിലേഷൻ മേക്ക് ചെയ്യുന്നു. ആ റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലോട്ട് തന്നെയുള്ള റിലേഷൻ. ഓക്കെ, പിന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താൽ എങ്ങനെ വരും? എ ക്രോസ് എ എടുത്താൽ എങ്ങനെ വരും? എക്ക് ആരോടൊപ്പം തന്നെയാണ്? എ കാണും, എ ബി കാണും, ബി എ കാണും, അതേപോലെ തന്നെ ഏതാ? ബി ബി കാണും. ഇതാണ് എന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ടെങ്കിൽ അതിനോട് തന്നെ എന്ത് കാണണം? ബന്ധം കാണണം. അതായത് ആ റിലേഷനിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? റിലേഷനിലെ എലമെന്റ് ആയിരിക്കണം. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകുന്നത് അതിലെ എലമെന്റിന് അതിനോട് തന്നെ ഒരു ബന്ധം. അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന എലമെന്റ് ആ ക്യാപിറ്റൽ എയിലെ എലമെന്റ് ആണ്. ഓക്കെ, അടുത്തത് സിമെട്രിക്. സിമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലെ ഒരു എലമെന്റ് ആണെങ്കിൽ തിരിച്ച് ബി എയും എവിടെ തന്നെ കാണണം? ആ റിലേഷനിലെ ഒരു എലമെന്റ് ആയിട്ട് കാണണം. അപ്പം റിഫ്ലെക്സീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ആ റിലേഷനിൽ കണ്ടിരിക്കണം. അടുത്ത സിമെട്രിക് എന്ന് പറഞ്ഞാലോ എ ബി റിലേഷനിലെ എലമെന്റ് ആണെങ്കിൽ തിരിച്ചാല് ബി എയും എവിടെ കണ്ടിരിക്കണം? ആ റിലേഷനിൽ കണ്ടിരിക്കണം. അടുത്തത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് റിലേഷൻ ചോദിച്ചാൽ എ ബി റിലേഷനിലെ ഒരു എലമെന്റ് ആണ്, തിരിച്ച് ബി സി ആ റിലേഷനിലെ ഒരു എലമെന്റ് ആണ്. എ ബി റിലേഷനിലുണ്ട്, ബി സിയും റിലേഷനിലുണ്ടെങ്കിൽ എയും സിയും ഓർഡേഡ് പെയർ എ സിയും എവിടെ തന്നെ കണ്ടിരിക്കണം? ആ റിലേഷനിൽ കണ്ടിരിക്കണം. അപ്പൊ ഇതാണ് ട്രാൻസിറ്റീവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് റിലേഷൻസ് ആണ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. എന്താണ് റിഫ്ലെക്സീവ് എന്ന് ചോദിച്ചാൽ ഒരു സെറ്റിലെ എലമെന്റിന് അതിനോട് തന്നെ റിലേഷൻ. എന്താണ് സിമെട്രിക് എന്ന് ചോദിച്ചാൽ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓർഡേഡ് പെയർ റിലേഷനിൽ ഉണ്ടെങ്കിൽ തിരിച്ച് ബി കോമ എ എന്ന് പറയുന്ന ഒരു എലമെന്റും ആ റിലേഷനിൽ കണ്ടിരിക്കണം. ലാസ്റ്റ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എ ബി റിലേഷനിലുണ്ട്, എ കോമ ബി എന്ന് പറയുന്ന ഓർഡേഡ് പെയർ റിലേഷനിലുണ്ട്, അതേപോലെ തന്നെ ബി കോമ സി എന്ന് പറയുന്ന ഒരു എലമെന്റും റിലേഷനിൽ ഉണ്ടെങ്കിൽ ആരും കണ്ടിരിക്കണം? എ സിയും ആ റിലേഷനിലെ എലമെന്റ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റീവ്. അപ്പോൾ ഇനി ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്താൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിലൻസ് റിലേഷൻ. അപ്പം ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഇത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിലൻസ് റിലേഷൻ. അപ്പം നമുക്ക് ഇനി ഇതിനൊരു എക്സാമ്പിൾ കൂടി നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ തന്നിട്ട് അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. റിലേഷൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ റിലേഷൻ മലയാളം എന്താ? ബന്ധം. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബന്ധം വെച്ച് തന്നെ
റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആകുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു റിലേഷൻ എഴുതുകയാണ്. XY such that X is wife of Y. X എന്ന് പറഞ്ഞാൽ എന്താ? വൈയുടെ വൈഫാണ്. തിരിച്ചു പറഞ്ഞാലോ, Y എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? എക്സിന്റെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, ഇത് ബന്ധമാണല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ബന്ധം, ഈ പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയാം, റിഫ്ലെക്സീവ് ആകണമെങ്കിൽ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ആര് കണ്ടിരിക്കണം? അവിടെ ഓടിയുടെ പേര് XX ആ റിലേഷന്റെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, XY റിലേഷനിൽ ഉണ്ടെങ്കിൽ അത് എന്തുവാ? X ഈസ് വൈഫ് ഓഫ് Y. അപ്പം XX വന്നാൽ എങ്ങനെ മാറും? X ഈസ് വൈഫ് ഓഫ് X. കേട്ടപ്പോഴേ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ തന്നെ വൈഫാണ്. നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, നോട്ട് റിഫ്ലെക്സീവ്. അടുത്തത് നോക്കേണ്ടത് ഏതാ? സിമെട്രിക്. ഈ റിലേഷൻ സിമെട്രിക് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സിമെട്രിക്കിന്റെ കണ്ടീഷൻ നമുക്കറിയാം. XY എലമെന്റ് ഓഫ് R ആണെങ്കിൽ തിരിച്ചെന്താ? Y X എലമെന്റ് ഓഫ് R ആയിരിക്കണം. അല്ലയോ? ഇതിനകത്ത് എന്തുവാ? X വൈഫ് ഓഫ് Y. അല്ലയോ? തിരിച്ചപ്പോ അർത്ഥം എന്തായി മാറി? Y ആദ്യം വന്നേക്കുന്നത്. അപ്പൊ എന്ത് പറയും? Y is വൈഫ് ഓഫ് X. ജെൻഡറെ മാറി. ഇവിടെ നോക്കിയപ്പം X ആയിരുന്നു സ്ത്രീ, ഇവിടെ വന്നപ്പോഴോ Y ആയി. നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ അതെന്തല്ല? ഈസ് നോട്ട് എ സിമെട്രിക്. അപ്പം റിഫ്ലെക്സീവും സിമെട്രിക്കും നോക്കുന്നത് മനസ്സിലായി. നമുക്ക് ഇനി അടുത്ത ഏതോ നോക്കാം. ട്രാൻസിറ്റീവ്. റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? XY എലമെന്റ് ഓഫ് R ആയിരിക്കണം. തിരിച്ചേതാ? Y to Z എലമെന്റ് ഓഫ് R ആയിരിക്കണം. അല്ലയോ? അപ്പം അത് എഴുതുമ്പോ അവിടെ തന്നെ നോക്കി. XY എന്ന് വെച്ചാൽ എന്താ? X വൈഫ് ഓഫ് Y. X ആ Y വൈഫ്. രണ്ടാമത്തേനകത്തോ Y is വൈഫ് ഓഫ് Z. അല്ലയോ? Y is എലമെന്റ് ഓഫ് R നടത്തുക. Y is വൈഫ് ഓഫ് Z. പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ അതെന്തല്ല? ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പം ഈ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ തന്നു കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ചിലർ നിങ്ങളോട് ചോദിക്കുന്നത് ഇക്വലൻസി ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഇക്വലൻസി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ആദ്യം ഇത് മൂന്നും ചെക്ക് ചെയ്യണം. ഇത് മൂന്നും ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇക്വലൻസ് റിലേഷൻ ആവുകയുള്ളൂ. ഇനി ഏതെങ്കിലും ഒരെണ്ണം തന്നെ, അതായത് നിങ്ങൾ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കി നോട്ട് റിഫ്ലെക്സീവ് എന്ന് കിട്ടിയാൽ അവിടെ വെച്ച് നിർത്തി നമുക്ക് എഴുതാം ഈസ് നോട്ട് എ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 1 2 3 to 40, 1 മുതൽ 14 വരെ. അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ XY. കണ്ടീഷൻ എന്താ? 3x - y = 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ നമുക്ക് റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സെറ്റിൽഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 3x - y = 0. ഓക്കെ, ഇനി എവിടെ എങ്ങോട്ടുള്ള റിലേഷനാ? എയിൽ നിന്നും എയിലേക്ക് തന്നെ ഉള്ള റിലേഷനാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതും എയിലെ എലമെന്റ് ആയിരിക്കും, y എന്ന് പറയുന്നതും ഇവിടുത്തെ തന്നെ എലമെന്റ് ആയിരിക്കും, എയിലെ തന്നെ എലമെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ നിന്ന് y ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, -y എന്നപ്പോൾ പോകുമ്പോൾ +y. ദാറ്റ് മീൻസ് y = 3x. ഈ ഇക്വേഷന് എക്സിന് വില കൊടുക്കുന്നതിനനുസരിച്ച് y കിട്ടിക്കൊണ്ടിരിക്കും. എക്സിന് നമുക്ക് 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ y എത്ര കിട്ടും?
എക്സിന് 1 കൊടുത്താൽ y is equal to 3 into 1 3. അപ്പോൾ ഫസ്റ്റ് ഒഡയുടെ പേര് കിട്ടിയേക്കാം 1 3. ഒഡയുടെ പേര് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എക്സ് ആയിരിക്കണം. അടുത്ത എക്സിന് 2 കൊടുത്തു, y എന്ന് പറയുന്നത് 6 കിട്ടി. അടുത്തത് എക്സിന് 3 കൊടുത്തു, y എന്ന് പറയുന്നത് 9 കിട്ടി. എക്സിന് 4 കൊടുത്തു, y എന്ന് പറയുന്നത് 4 × 3 12 കിട്ടി. എക്സിന് അടുത്ത് എത്ര കൊടുക്കേണ്ടത് 5. 5 എന്ന് കൊടുത്താൽ y is equal to 15. ആ 15 y എന്ന് പറഞ്ഞ എഴുതാൻ കാണാം. ആ 15 ഇവിടെ ഉണ്ടോ? ഇല്ല, 14 വരെ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റില്ല? ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എക്സിന് 6 കൊടുത്താൽ കിട്ടും y എത്ര? 18. പക്ഷെ എവിടെയില്ല, എ എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡർ ആ റിലേഷൻ പറയുന്നത് 1 3 2 6 3 9 and 4 12. 1 3 2 6 3 9 4 12. അപ്പം ആ റിലേഷൻ എഴുതുകയാണ് 1 3 2 6 3 9 4 12. റിഫ്ലെക്സീവ് ആണോ? നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 14 വരെ ഉണ്ട്. ആ എലമെന്റിന് അതിനോട് തന്നെ ബന്ധമുണ്ടോ? 1 1 ഉണ്ടോ അവിടെ? 2 2 ഉണ്ടോ? 3 3 ഉണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ 1 1 ഉണ്ടോ? ഇല്ല. 1 1 എന്ന് പറയുന്നത് അവിടെ ആ റിലേഷനിൽ എലമെന്റ് അല്ല. അതുകൊണ്ട് എന്തായാലും ഇത് നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത സിമെട്രിക്ക് 1 3 ഉണ്ട്, 3 1 ഉണ്ടോ? 1 3 ഉണ്ട്, പക്ഷെ ആരില്ല? 3 1 ഇല്ല. അതുകൊണ്ട് എന്തല്ല? നോട്ട് സിമെട്രിക്ക്. അടുത്തത് 1 3 ഉണ്ട്, 3 9 ഉണ്ട്, 1 9 ഉണ്ടോ? 1 3 എലമെന്റ് ഓഫ് ആർ ആണ്, 3 9 എലമെന്റ് ഓഫ് ആർ. അപ്പൊ ആര് കാണണം? 1 9 എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അല്ലെ? റിഫ്ലെക്സീവ് അല്ല എന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് എന്തല്ല? ഇക്വലൻസ് റിലേഷൻ അല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ ഇക്വലൻസ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞ് ക്ലാസ് വൈകിപ്പിക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന +2 ഒന്നാമത്തെ ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. എന്താണ് റിലേഷൻസ് എന്ന് നിങ്ങൾ +1 പഠിച്ചു. എന്തായിരുന്നു? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്. ആ റിലേഷൻ തന്നെ നമ്മളിപ്പോൾ 5 ടൈപ്പ് പഠിച്ചു. എംജി റിലേഷൻ. ഒരു റിലേഷൻ എഴുതിയാൽ അതിനകത്ത് ഒരു എലമെന്റ് പോലും കാണില്ല. റിലേഷനകത്ത് എപ്പോഴും എലമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓർഡേഡ് പെയർ ആയിട്ടായിരിക്കും. അപ്പൊ ഒരു ഓർഡേഡ് പെയർ പോലും ആ റിലേഷനകത്ത് ഇല്ല എങ്കിൽ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണത് എംജി റിലേഷൻ. ഇനി യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വെച്ചാലോ? അതെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഓർഡേഡ് പെയർ ആ സെറ്റിൽ വരുമോ അതെല്ലാം ഇവിടെ കാണണം. ഒരു റിലേഷൻ മേക്ക് ചെയ്യുമ്പോൾ കാണണം. അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിവേഴ്സൽ റിലേഷൻ. അടുത്തതാണ് 3 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് അല്ലെ? റിഫ്ലെക്സ് എന്താ? നമ്മളെ തന്നെ പ്രതിബിംബം. അപ്പം ഒരു എലമെന്റിന് അതിനോട് തന്നെ ആ റിലേഷൻ ഉണ്ടെങ്കിൽ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ്. സിമെട്രിക് എന്ന് വെച്ചാലോ? എക്ക് ബിയോട് ബന്ധമുണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എയോട് എന്ത് കാണണം? ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. ട്രാൻസിറ്റീവ് എന്ന് വെച്ചാലോ? എക്ക് ബിയോട് ബന്ധം, ബിക്ക് സിയോട് ബന്ധമുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിൽ? എയും സിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ്. ഇങ്ങനെ ഒരു റിലേഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ.